നമസ്കാരം. കെ ടി ജലീൽ കൂടി പി വി അൻവറിനെ കൈവിട്ടതോടുകൂടി തന്നെ അൻവർ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. കെ ടി ജലീൽ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ താൻ അൻവറിനൊപ്പം ഉണ്ടാകുമെന്നും അൻവർ രൂപീകരിക്കാൻ പോകുന്ന പുതിയ പാർട്ടിക്കൊപ്പം ഉണ്ടാകും കെ ടി ജലീൽ എന്നൊക്കെ പറയുമെന്നാണ് പി വി അൻവർ പ്രതീക്ഷിച്ചിരുന്നത്. മാധ്യമങ്ങളും ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നത് അതൊക്കെ തന്നെയാണ്. പക്ഷേ നടന്നത് മറ്റൊന്നാണ്. പാർട്ടിയെയും മുഖ്യമന്ത്രിയും ഒന്നും തള്ളിക്കളയാൻ പറ്റില്ലെന്നും ഇടത് സഹയാത്രികനായി തുടരുമെന്നും തന്നെ വെടിവെച്ചു കൊന്നാലും ഇവരെ ആരെയും തള്ളിപ്പറയില്ല എന്നൊക്കെ കെ ടി ജലീൽ വാർത്താ സമ്മേളനത്തിനിടയിൽ പറയുന്നത് നമ്മളൊക്കെ കേട്ടതാണ്. അങ്ങനെ പി വി അൻവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്താ സമ്മേളനങ്ങൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള പല ആരോപണങ്ങളും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി കേൾക്കാനിടയായി. നമുക്കറിയാം, പി വി അൻവർ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതീക്ഷിച്ച പോലൊരു പിന്തുണയൊന്നും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. സഖാക്കൾ എല്ലാവരും തന്നെ കൈവിട്ട സാഹചര്യമാണ്. സഖാക്കളെ പിടിച്ചു നിർത്താൻ വേണ്ടി പല രീതിയിലുള്ള തന്ത്രങ്ങൾ പയറ്റി നോക്കി. താനൊരു സഖാവാണ്, യഥാർത്ഥ സഖാവാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള പല ശ്രമങ്ങളും പയറ്റി നോക്കി. ഒന്നും നടന്നില്ല. അങ്ങനെ അവസാനം പി വി അൻവർ 18ാമത്തെ അടവ് പുറത്തെടുക്കുകയാണ്. എന്താണ് പറയുന്നതെന്ന് അറിയോ? അതായത്, എൻ്റെ പുതിയ പാർട്ടിക്ക് ഒരുപാട് സി പി എമ്മിൻ്റെ നേതാക്കളുടെ പിന്തുണയുണ്ട് അത്രേ. എന്താണ് പറയേണ്ടത്? മാത്രമല്ല, കണ്ണൂരിലെ ഒരു പ്രഗത്ഭനായ നേതാവ് ഇദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആരാണ് ആ നേതാവെന്ന് ചോദിക്കരുത്. ഏതാണ് ഈ പിന്തുണ നൽകുന്ന നേതാക്കന്മാർ ആരാണെന്നുള്ള കാര്യങ്ങളൊന്നും ചോദിക്കരുത്. അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തിക്കോ എന്നായിരിക്കും മിക്കവാറും മറുപടി. അപ്പം അങ്ങനെ പുതിയ രീതിയിലുള്ള ഒരു ഗിമ്മിക്ക് നമ്പർ കൂടിയും ഇറക്കി സഖാക്കളെ വീണ്ടും മാടി വിളിക്കുകയാണ് പി വി അൻവർ എന്ന് പറയുന്ന ഈ MLA. ഇന്ന് ചില പ്രതികരണങ്ങൾ കൂടി ഇദ്ദേഹം നടത്തുന്ന സാഹചര്യം കണ്ടു കേട്ടോ. അതെന്താണ്? നമ്മൾ ആദ്യം ഇദ്ദേഹം നടത്തിയൊരു വാർത്താ സമ്മേളനത്തിൽ കണ്ടിരുന്നില്ല. അതായത് ഇവിടെ സംഘപരിവാരങ്ങൾ ഭരിക്കുന്ന ഒരു സമയം വരും, ഏകദേശം 2033 അല്ലെങ്കിൽ 31 ആ സമയത്തൊക്കെ ഇവിടെ അങ്ങനെ വരും എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, അതായത് തൃശ്ശൂർ പൂരം കലക്കി അങ്ങനെ അതിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തിയൊക്കെയാണ് BJP ജയിച്ചത് എന്ന രീതിയിലായിരുന്നല്ലോ തുടക്കം മുതലൊക്കെ പി വി അൻവർ പല ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. ഇപ്പം എന്താണ് അൻവർക്ക് പറയുന്നത്? അമ്പൂക്കപ്പോൾ പറയുകയാണ്, തൃശ്ശൂരിൽ BJP ജയിച്ചത് അവരുടെ മിടുക്കുകൊണ്ടാണെന്ന്. അതായത് സുരേഷ് ഗോപി ഒരു മിടുക്കനാണ് എന്ന് പി വി അൻവർ പറയുന്നു. 100ൽ 100 മാർക്ക് കൊടുക്കുകയാണ്. എത്ര വേഗമാണ് നിറം മാറുന്നത് പി വി അൻവറിൻ്റെ! PC ജോർജിനെയും അബ്ദുള്ളക്കുട്ടിയെയും വരെ ഞെട്ടിപ്പിച്ച് കളയുകയാണല്ലോ അമ്പൂക്ക എന്ന് പറയാതെ വയ്യ. മാത്രവുമല്ല, ഇനി നിയമസഭയിൽ പ്രതിപക്ഷ ബ്ലോക്കിൽ ഇരിക്കില്ല, എനിക്ക് പ്രത്യേക ഒരു ബ്ലോക്ക് വേണം എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പ്രതിപക്ഷമല്ല, എന്നെ പ്രതിപക്ഷമാക്കാൻ വേണ്ടി CPM ഒരുപാട് കഠിന പ്രയത്നം നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. സ്വയം പ്രഖ്യാപിത പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പി വി അൻവർ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ഭരണകക്ഷിക്കെതിരെ, സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ, പോലീസ് സേനയ്ക്കെതിരെ, അങ്ങനെ ഓരോ ദിവസവും ഓരോരോ പച്ചക്കള്ളങ്ങൾ, വ്യാജ ആരോപണങ്ങൾ ഉയർത്തി താനൊരു പ്രതിപക്ഷ നേതാവാണെന്ന് തെളിയിക്കാൻ ഇപ്പോൾ പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം ഒരു വലിയ കോമാളിത്തരത്തിലേക്ക് നീങ്ങുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ലെങ്കിലും കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു സാധനവും ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ല, എല്ലാം വെറും പച്ചക്കള്ളങ്ങളും വെറും ആരോപണങ്ങളും മാത്രമാണ് എന്ന് ജനം മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അങ്ങനെ വക്കീൽ നോട്ടീസ് അയക്കുന്ന സാഹചര്യം നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ടല്ലോ. അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ P ശശി അങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് അയക്കേണ്ടതില്ല. അപ്പോൾ ആ രീതിയിലേക്ക് കൂടിയൊക്കെ മാറുകയാണ്. ഒപ്പം ചില അജണ്ടകളുമായി എത്തിയ പി വി അൻവർ പാർട്ടിയെ അദ്ദേഹത്തിൻ്റെ ചൊപ്പടിക്ക് നിർത്താൻ കഴിയാതെ വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ചൊപ്പടിക്ക് പാർട്ടിയെ കിട്ടാതെ വരുമ്പോൾ അദ്ദേഹം പല രീതിയിൽ പാർട്ടിയെ കൂടെ നിർത്താൻ വേണ്ടി പാർട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തി, പല രീതിയിലുള്ള പല സംഭവങ്ങളൊക്കെ കാണിച്ചു കൂട്ടി. ഒരു രക്ഷയുമില്ല. മുഖ്യമന്ത്രിയും MP ഗോവിന്ദൻ മാഷുമൊക്കെ അൻവറേ പോകല്ലേ, അൻവറേ പോകല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ചിന്താവുഷ്ടിയായ ശ്യാമളയിൽ കണ്ടിട്ടുണ്ടല്ലോ, അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്നോ. അതുപോലെ അയ്യോ അൻവറെ പോകല്ലേ, അയ്യോ അൻവറെ പോകല്ലേ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയൊക്കെയാണ് അൻവർ സ്വപ്നം കണ്ടത്. പക്ഷെ എന്താണ് നടന്നത്? ചവിട്ടി പുറത്താക്കി. പാർട്ടിയെയും സർക്കാരിനെയും ഇല്ലാതാക്കാൻ, സഖാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരം യൂദാസുമാരെ പാർട്ടിക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. നിലമ്പൂരിലെ സഖാക്കൾ പറഞ്ഞത് ചെങ്കൊടി തൊട്ട് കളിക്കണ്ട എന്നാണ്. ഇപ്പോൾ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്ന കാഴ്ച കണ്ടു. ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ആ പോസ്റ്റിന് മറുനാടൻ മലയാളിയിലെ ഷാജൻസ്കറി ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട്.
ആ പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ വെച്ച് ഒക്ടോബർ 6 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് നടക്കുകയാണ്. മഞ്ചേരിയിലെ ജസീല ജംഗ്ഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ പുതിയ പാർട്ടിയുമായി ബന്ധപ്പെട്ട നയരേഖ പ്രഖ്യാപനവും അന്നേ ദിവസം നടക്കുന്നതാണ്. മഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന വിശദീകരണ യോഗം വിജയിപ്പിക്കുന്നതിന് മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പുതിയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് കേട്ടോ. അതായത് പുതിയ പാർട്ടി ഞാൻ പ്രഖ്യാപിക്കുന്നില്ല എന്നൊക്കെയാണല്ലോ ഇദ്ദേഹം തുടക്കം പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്തായി? അന്ന് ചന്തക്കുന്നിൽ ഇദ്ദേഹം നടത്തിയ ആ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമുണ്ടല്ലോ, ആ യോഗം കൊണ്ട് എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്? ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ, ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. നിങ്ങളെല്ലാവരും എന്നോട് പറ, എന്നെ നിർബന്ധിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ എന്ന് ആളുകളെ കൊണ്ട് പറയാതെ പറയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പി വി അൻവർ നടത്തി നോക്കിയത്. പക്ഷെ നടന്നില്ല. പിന്നീട് അദ്ദേഹം പിറ്റേ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുന്നു. പി വി അൻവർ ഒരു പാർട്ടി പ്രഖ്യാപിച്ചാൽ ആ പാർട്ടിക്കൊപ്പം ഇവിടുത്തെ സഖാക്കൾ മുഴുവൻ പോകും എന്ന രീതിയിലുള്ള പ്രതീതിയൊക്കെ സൃഷ്ടിക്കാനാണ് അൻവർ ശ്രമം നടത്തിയത്. അവസാനം പാർട്ടി സഖാക്കൾ പോലും പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് പി വി അൻവറിനെ സമൂഹ മാധ്യമങ്ങളിൽ വലിച്ചൊട്ടിച്ച കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ പഴയതുപോലെ പോസ്റ്റ് ഒന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയ ഷെയറും ലൈക്കും ഒന്നുമില്ല, ഒരു പിന്തുണയുമില്ല. അപ്പോൾ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റിനടിയിൽ മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയ അദ്ദേഹം ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: പിണറായിക്കെതിരെ പ്രസംഗിക്കാൻ ഞാൻ റെഡി, ചാൻസ് തരുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഷാജൻ ആ ചോദിച്ചതിൽ എന്താണ് തെറ്റുള്ളത്? വാതുറക്കുന്നത് പിണറായി വിജയൻ സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കാനും എതിരെ സംസാരിക്കാനുമാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഷാജനെയും കൂടെ കൂട്ടുന്നത് നല്ലതാണ് അൻവറെ. അതാണ് അൻവറിനോട് ഷാജൻ സ്കറിയ ചോദിച്ചു. എന്തായാലും ഇക്കുറി ഷാജൻ സ്കറിയയ്ക്ക് മറുപടി ഒന്നുമില്ല കേട്ടോ. ഷാജൻ സ്കറിയ ഇട്ട ആ ഒരു കമന്റിന് കണ്ടമാനം ലൈക്കും കിട്ടിയിട്ടുണ്ട്. പി വി അൻവർ ഏതൊക്കെ രീതിയിലാണ് സഖാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിയത്. അവസാനം പി വി അൻവറിന് അകത്ത് കിടന്ന പലതും പുറത്തു വന്നു. വർഗീയ ചുവയോടെ ഈ പി വി അൻവർ സംസാരിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ദ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രി പറയാത്തത് പലതും ദ ഹിന്ദുവിൽ അടിച്ചു വന്നു. അവസാനം ഖേദം പ്രകടിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഏറ്റവും കൂടുതൽ ഹവാലപ്പണവും സ്വർണ്ണക്കടത്ത് കേസുകളും ഒക്കെ പിടികൂടുന്ന മലപ്പുറത്തു നിന്നാണ് എന്ന രീതിയിൽ ഒരു വാർത്ത വരികയും, എന്നാൽ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയും, മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് ദ ഹിന്ദുവിന് ഒരു കത്തയക്കുകയും, അവസാനം ഹിന്ദു അത് ആ വിവാദ പരാമർശം നടത്തിയിട്ടില്ല, ഞങ്ങളെ PR ഏജൻസികൾ ഞങ്ങൾക്ക് തന്ന ആ ഒരു അഭിമുഖത്തിൽ ഉണ്ടായതാണ്, ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളെ, അല്ലെങ്കിൽ ആ സ്ഥലത്തെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ദേശദ്രോഹികളുള്ള ജില്ലയാക്കി മാറ്റാൻ ശ്രമം നടത്തുന്നു എന്ന മട്ടിലൊക്കെ ഈ പി വി അൻവർ വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഒരു വിഭാഗത്തെ ഇളക്കി വിടുകയാണ്. എന്തിനു വേണ്ടി? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി. അപ്പോൾ അതൊന്നും നടക്കാതെ വന്നപ്പോൾ പി വി അൻവർ ആകെ ഹാലിളകിയിരിക്കുകയാണ്. പി വി അൻവർ പല രീതിയിൽ നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് CPM ഇനി കയറിപ്പറ്റാൻ. നേതാക്കളാണെങ്കിൽ വിളിക്കുന്നില്ല, ഇപ്പം സഖാക്കൾക്കും വേണ്ട. അപ്പോൾ എല്ലാവരും കൈവിട്ട സ്ഥിതിക്ക് ഇനി എങ്ങനെയെങ്കിലും ഈ പാർട്ടിക്കകത്തൊന്ന് കയറി പറ്റണം. അതിനുള്ളൊരു ശ്രമവുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പാർട്ടി പൂർണ്ണമായും പിന്തള്ളിയിരിക്കുന്നു. പാർട്ടി എത്രയോ തവണ പറഞ്ഞതാണ് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തി റിപ്പോർട്ട് വരട്ടെ എന്ന്. കാത്തിരിക്കാമായിരുന്നല്ലോ. പ്രതിപക്ഷം പോലും പല വിഷയങ്ങളിലും റിപ്പോർട്ട് അവതരിപ്പിച്ച് അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ, അന്വേഷണം നടത്തി റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ കാത്തിരിക്കുന്നു. പിന്നെ അൻവറിന് എന്താണ് ഇത്ര ധൃതി? അപ്പോൾ ചില ലക്ഷ്യങ്ങളുണ്ട്. എന്നിട്ട് ഏത് രീതിയിലാണ് അൻവർ ശബ്ദങ്ങൾ ഉയർത്തിയത്? സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് വേണ്ടി, മയക്കുമരുന്ന് മാഫിയയ്ക്ക് വേണ്ടി ഒക്കെ ശബ്ദം ഉയർത്തുന്ന രീതിയിലല്ലേ അദ്ദേഹത്തിൻ്റെ പല പ്രതികരണങ്ങളും കേട്ടപ്പോൾ നമുക്കൊക്കെ തോന്നിയതല്ലല്ലോ. ആ രീതിയിൽ തന്നെയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർത്തൽ. പിന്നെ ചില കാര്യങ്ങൾ കൂടി പറയാതെ വയ്യ. ഇപ്പോൾ പി വി അൻവറിനെ ചുവട് പിടിച്ച് BJP അതിശക്തമായി തന്നെ രംഗത്തുണ്ട്. BJP പല പ്രക്ഷോഭങ്ങളും നടത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്, ഈ ഭരണത്തെ താഴെയിറക്കാൻ വേണ്ടി പല രീതിയിലുള്ള ശബ്ദമുയർത്തിക്കൊണ്ട് പലയിടങ്ങളിലും സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലും അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ പല സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ സംസാരങ്ങളിൽ വാഴ്ത്തപ്പെട്ടവനാണ് പി വി അൻവർ. പി വി അൻവറിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ K. സുരേന്ദ്രനൊക്കെ ഇപ്പം 100 നാവാണ്. എന്ത് വേഗമാണ് എല്ലാവരുടെയും ആ ഒരു നിറം മാറുന്നത്. ഇനിയിപ്പോൾ കോൺഗ്രസ് എടുക്കില്ല എന്ന് മനസ്സിലായി, മുസ്ലിം ലീഗിനും വേണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ കളം മാറ്റി ചവിട്ടുകയാണ്.
പക്ഷെ ബി ജെ പി തങ്ങൾക്ക് അൻവറിനെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത്തരക്കാരെ ബി ജെ പിക്ക് വലിയ ഇഷ്ടമാണ്, അറിയാൻ പറ്റും, എക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരെ തന്നെയാണ്. എന്തായാലും ബി ജെ പിക്ക് വേണ്ടി വലിയ തോതിൽ എന്തായാലും പി വി അൻവർ കുറെ വളമിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ. അത് പല രീതിയിലാണ് ഇവിടെ ഇദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആരോപണങ്ങൾ. അത് കോൺഗ്രസിന് ഇവിടെ അല്ലെങ്കിൽ യു ഡി എഫിന് ഗുണം ചെയ്യില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ഇവിടെ സി പി എം ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൽ ഡി എഫ് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ഗുണം ചെയ്യുന്നത്? സംഘപരിവാരങ്ങൾക്കും ആർ എസ് എസിനും ബി ജെ പിക്കും ഒക്കെ വളരാനുള്ള ഒരു വലിയൊരു വളക്കൂറുള്ള മണ്ണായിട്ട് മാറും, നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലൊരു രീതിയിലേക്കൊക്കെയാണ് അൻവറിൻ്റെ ആരോപണങ്ങൾ ചെന്നെത്തപ്പെടുന്നത് എന്ന് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതാ പലരെയുമൊക്കെ പിന്തുണച്ചുകൊണ്ട് പല ബി ജെ പിയുടെ വിജയങ്ങളെയുമൊക്കെ വെള്ളപൂച്ചിക്കൊണ്ട് രംഗത്തേക്ക് വരികയാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ നിറം വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ എക്കാലത്തും ഇതുപോലുള്ള കുതുകാലി വെട്ടികൾ വരാറുണ്ട്. അവരൊക്കെ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഭയങ്കര സംഭവമാണെന്ന്. എന്തായാലും ഈ സംഭവം മഹാസംഭവമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഈ സംഭവത്തിന് എല്ലാവരും ഇടുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയാം അമ്പൂക്കാത്? കുതുകാലി വെട്ടി, യൂദാസ്, പിന്നിൽ നിന്ന് കുത്തുന്നവൻ, കട്ടപ്പ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.